ഇപ്പം രാവിലെ 7 മണിയായി. ട്യൂസ്ഡേ ആണ്, ചൊവ്വാഴ്ചയാണ്. രാവിലെ ഞങ്ങളുടെ വട്ടയപ്പവും അതുപോലെ ഉപ്പേരി, വട്ടയപ്പത്തിന് കോമ്പറ്റീഷനായിട്ട് ടാലി ചെയ്യാനായിട്ട് ഉപ്പേരി, ഒരു കോഫി കുടിക്കാം. അപ്പോൾ ഒരു കോഫി കുടിക്കുമ്പോൾ ഇതും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കഷ്ണം വട്ടയപ്പം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ 8-8:30 ആകുമല്ലോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് രാവിലത്തെ കോഫി കുടിക്കാം. കോഫി നല്ല നാടൻ കാപ്പിപ്പൊടി കൊണ്ടുള്ള എവിറ്റിയുടെ നാടൻ കാപ്പിപ്പൊടി ചേർത്ത് ഉണ്ടാക്കിയ കാപ്പിയിൽ പാലൊഴിച്ചതാണ്. മധുരമില്ല, കോഫി ആയതിൻ്റെ ടേസ്റ്റാണ്. അപ്പം ഈ ചൂട് കാപ്പിയിൽ നമുക്കിതങ്ങോട്ട് മുക്കി ഒക്കെ കഴിക്കാം. ബ്രെഡൊക്കെ കഴിക്കുന്ന പോലെ രാവിലെ ഈ കോഫിയുടെ കൂടെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു പഴുത്ത ഏത്തപ്പഴമോ പുഴുങ്ങിയതോ എന്തെങ്കിലും അല്പം കഴിക്കാം. നമുക്കൊരു 8-8:30 വരെ വെയിറ്റ് ചെയ്യണ്ടേ. മുട്ട റോസ്റ്റിൻ്റെ ഉള്ളി മസാലയുടെ ചാറൊക്കെ പറ്റി ഞാൻ മുട്ട ചേർത്തു. ഇനിയുമാണ് നമുക്ക് ടേസ്റ്റ് മേക്കർ എന്തെങ്കിലും ചേർക്കാനുള്ളത്. അല്പം പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ അല്പം ടൊമാറ്റോ സോസ് ചേർക്കാം, അല്ലെങ്കിൽ 1/2 സ്പൂൺ വിനാഗിരി ചേർക്കാം. ഇതൊക്കെ അല്പം ഇതിൻ്റെ ഒരു എരിയുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തത്. ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഈ ടേസ്റ്റ് മേക്കേഴ്സ് അഡിഷണൽ ചേർത്താലും ഇതിൻ്റെ എരി വരുന്നതും വേണം. അതുകൊണ്ടാണ് ഈ രീതിയിലാക്കിയത്. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് 1 തവി പശുവും പാലാണ്. ഇത് ചേർത്താലും ഈ മുട്ട റോസ്റ്റ് ഒരുപാട് വെള്ള നിറമാകത്തില്ല. തന്നെയുമില്ല, എരി അല്പം ഉണ്ട്, എന്നാൽ കൂടുതലില്ല. ഇതുകൊണ്ട് ചപ്പാത്തി, പൂരി, അപ്പം, ഇന്നലത്തെ ഗോതമ്പ് ദോശ ഇരിപ്പുണ്ട്, പുട്ടുണ്ടാക്കി വെച്ചു, പിന്നെ പൂരി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഇത് ഏതിൻ്റെ കൂടെയും കഴിക്കാൻ അല്പം എരി ഒന്ന് കുറഞ്ഞ് കിട്ടാനായിട്ട് ഇത് ചേർക്കാം. അല്ലെങ്കിൽ അല്പം പഞ്ചസാര ചേർത്താൽ ഞങ്ങൾ ചേർക്കുന്നില്ല. ഞാൻ ഈ കൂടുതലും ചേർക്കുന്നത് ഈ ടൈപ്പ് പാലാണ്. തേങ്ങാപ്പാലും വേണ്ട, ഇപ്പോൾ പശുവും പാലുണ്ടല്ലോ, കാച്ചിയത് രാവിലെ ഉണ്ട്. അല്പം ഒരു ശകലം കൊണ്ടൊക്കെ ചേർന്ന് ഇതൊരു ചെറിയ തവി ചേർക്കാനുള്ള പാലേ ഉള്ളൂ. ഇതും കൂടെ ചേർന്നിരുന്നാലും ഒരുവിധം ചുമന്ന കറിയായിട്ട് തന്നെ കിട്ടും. മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് റെഡിയായി. അല്പം ചാറുണ്ട്, എന്നാൽ എരിവുണ്ട്. മുട്ട റോസ്റ്റ് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കാം. 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കുഴച്ചാണ്, തിളച്ച വെള്ളത്തിലാണ് കുഴച്ചത്. പരത്തിയെടുത്തു. ഇനി ഇത് നമുക്ക് എണ്ണ ചൂടാക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പൊള്ളിച്ചെടുക്കാം, ചുട്ടെടുക്കാം. ഒരുവിധം പൊള്ളിയിട്ടുണ്ട്, അത് മതി. കൂടുതൽ പൊള്ളിയാൽ അതിനകത്ത് എണ്ണ ഒരുപാട് പിടിക്കും. അതുകൊണ്ട് ചെറിയൊരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് സോഫ്റ്റാണ്. ഇത് മാവ് കുഴച്ച് വെച്ചിട്ട് ഏറെക്കുറെ 1 മണിക്കൂറായി. 6 മണിക്ക് കുഴച്ച് വെച്ചതാണ്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. കാലത്തെ മോർണിംഗ് കോഫി കുടിച്ചു. ചൂടൊന്ന് പൊള്ളട്ടെ, ഒരു ബ്രൗൺ നിറമാകട്ടെ. ആദ്യം ചുടുന്നതായതുകൊണ്ട് അല്പം സമയം എടുക്കും ഒന്ന് കറക്റ്റായിട്ട് പൊള്ളി വരാൻ. പിന്നെ ഉള്ളതൊക്കെ അതിവേഗത്തിൽ പൊള്ളി വരും.
അടുത്ത പൊടിയും കൂടി ഇടാം. പൊടിയുണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുത്താൽ മതി. വലിയ പൂരിയാണിത്. ചെറുതാണെങ്കിൽ ഒരു 10-15 എണ്ണം ഉണ്ടാക്കാം. ഇതിപ്പോൾ 7 പൂരിയേ ഉള്ളൂ. പെട്ടെന്ന് ചുട്ടെടുക്കാം. ഇത് നല്ലതുപോലെ ബബിളായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിടാം. മറിച്ചിടുമ്പോൾ ഈ രീതിയിൽ ചെറിയൊരു ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ പൂരി റെഡി. ലാസ്റ്റത്തെ പൂരിയാണ്. നമുക്കത് ഉണ്ടാക്കി പൂരിയെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ പൂരിയൊക്കെ നല്ല ബബിൾ ആയിട്ടുണ്ട്. കാര്യമൊന്നുമില്ലെങ്കിലും പൂരിയൊക്കെ നല്ലതുപോലെ പൊള്ളി നല്ല ബബിളായി വന്നിട്ടുണ്ട്. ആദ്യത്തെ 1-2 ഒക്കെ പൊള്ളാനായിട്ട് താമസിച്ചു. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ മുമ്പ് കുഴച്ച് വെച്ചതായിട്ട് നല്ലതുപോലെ മാവ് കുതിർന്നു. അപ്പോൾ ശരി. അപ്പോൾ നമുക്കിനിയും അടുത്ത പ്രൊസീജിയർ പൂരി. അതിൻ്റെ കൂടെ മുട്ട, കുറച്ച് മസാല, നമുക്ക് കഴിക്കാം. തുടങ്ങാം. നല്ല സോഫ്റ്റ് പൂരിയാണ്. 1 മണിക്കൂർ മുമ്പ് കുഴച്ച് വെച്ചതായിട്ട് നല്ലതുപോലെ മയമായി. 1 സ്പൂൺ എണ്ണ, 1 ഗ്ലാസ് പൊടിക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്താണ് കുഴച്ചത്. പലരും വിചാരിക്കും പൂരി എണ്ണയ്ക്കകത്ത് വറുത്ത് കോരുന്നതായതുകൊണ്ട് ഇത് കുഴയ്ക്കുമ്പോൾ എണ്ണ ചേർക്കണം. വേണം, അത് പരത്തണം. അതിൻ്റെ കറക്റ്റ് ഇതായിട്ട് കിട്ടാനായിട്ട് ഒരല്പം എണ്ണയും കൂടെ ചേർത്ത് കുഴച്ചാൽ മതി. ഇതിലേക്ക് നല്ല കരുകരിപ്പുമുണ്ട്, എന്നാൽ സോഫ്റ്റുമാണ്. അപ്പോൾ ഇരുന്നോളൂ, കഴിക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ചേർത്ത് വഴറ്റി ഇഞ്ചിയൊക്കെ ബ്രൗൺ ആകുന്നവരെ വഴറ്റണം. ഇത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി കൂടി കൊണ്ട് അല്പം മഞ്ഞൾപ്പൊടി, 1 നുള്ളു മുളക് പൊടി. പച്ചമുളക് ചേർത്തതാണ് എങ്കിലും 1 നുള്ളു. ഇതിലേക്ക് ഉപ്പ്, പാകത്തിന് ഉപ്പ്. ഇതവിടെ മിക്സ് ചെയ്യുക. എല്ലാവർക്കും മോര് വെക്കാൻ അറിയും. ഇത് ഞാനാണ് മോര് വെച്ചുന്നത്. 2 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് മോരും. ഇന്നലെ പച്ചമോരായിരുന്നു, അതുകൊണ്ട് ഇന്ന് കാച്ചിമോരാക്കാം. നല്ലതുപോലെ ചൂട് വരണം. ഈ ഇളക്കുന്ന തവിയിൽ നിന്ന് അല്പം ആവി വരണം. ഇപ്പോൾ നമ്മളിടുന്ന കറിവേപ്പില ഇങ്ങനെ വരും. ചൂട് കൊണ്ട് അത് ഏറ്റവും മുകളിലോട്ട് തെളിഞ്ഞ് വരും. ഇതൊക്കെയാണ് ചെറുപ്പത്തിലെ ഞങ്ങൾ കാച്ചിമോരുണ്ടാക്കാൻ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇത് നല്ലപോലെ ചൂടാകണം. ഈ പണ്ടൊക്കെ വറുത്തവിയായിരുന്നു, നമ്മുടെ ചിരട്ടത്തെ വേക്കും. അത് തിളക്കുമ്പോൾ അതിലിങ്ങനെ ആവി വരും. അപ്പോൾ അതൊന്നും വെച്ചിട്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ, കൂടുതൽ ചൂടാക്കി കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞും പോകും. അങ്ങനെയും കൊണ്ട് അല്പം ഇളകി കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്യാം.